ഹായ് ഗായ്സ്. അപ്പൊ എവിടെ അമ്മ പോകുന്നുള്ളത് ഇന്ന്? അപ്പൊ ഞമ്മ സർപ്രൈസ് ആയിട്ട് അവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സാധനമെല്ലാം എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്നിച്ചിട്ട് ക്യാഷ് എല്ലാം അറേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാം ഓക്കെ ആക്കിയിട്ട് പോകുന്നുള്ളത്. പകുതി ആൾ എത്തിയിട്ടായിട്ടുണ്ട്, പകുതി ആളുണ്ട്. ഇതാ മൂത്തമ്മ, ഇളവമ്മ, പിള്ളേർ, മൂത്തമ്മൻ്റെ മക്കള് എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാവരും. ഇതാണ് വീട്ടുകാരെത്തി. ഇത് ഇവിടുത്തെ നമ്മളെ പാച്ചിക്കുട്ടന്, ഇവിടുത്തെ വീട്ടിലത്തെ ഒരംഗം. ഇതൊക്കെയാണ് അവർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഈ പിള്ളേരെല്ലാം ടോയ്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പസീത്താണെങ്കിൽ എന്തുണ്ടാക്കും എന്ന് പറഞ്ഞ് ലാസ്റ്റ് നാരങ്ങ സർവത്ത് ഉണ്ടാക്കി. അങ്ങനെ നാരങ്ങ സർവത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പണി വന്നത്. എന്തെന്നറിയണ്ടേ, ഗ്യാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വയറ് എന്തോ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചായ സ്റ്റോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇല്ല, നമ്മൾ എന്ത് ചെയ്ത് വേറൊരു ഗ്യാസൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വീട്ടിൽ നിന്നെല്ലാം നമ്മൾ കൊണ്ടുവന്ന കടികളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒത്തൊരുമയോടെ കൂടി നമ്മൾ എല്ലാവരും സീറ്റോട്ടിലിരുന്ന് ചായ കുടിക്കാൻ തീരുമാനിച്ചു. നമുക്കിപ്പോൾ ടേബിളൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പ്ലേസ് തരില്ല. അത്ര പിള്ളേരുണ്ടായിരുന്നു, അത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ്. അതായത് ഉമ്മാൻ്റെ ഏട്ടത്തി, അനിയത്തി, അങ്ങനെയാണ് ഇത്ര ആൾ തന്നെ. പിന്നെ കുറച്ച് പേര് ഇതിൽ വരാനും ഉണ്ട്. അവർക്ക് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മെരിയക്കോ എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നിച്ച്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടലുണ്ട്, വർഷത്തിലൊരിക്കലും ഇങ്ങനെ കൂടാറുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ പരമാവധി നോക്കും. പക്ഷേ ഓരോരോ സാഹചര്യത്തിൽ നമുക്ക് പറ്റാറില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നേരെ സീറ്റോട്ടിലേക്ക് പോയി എല്ലാ ഐറ്റംസ് വെച്ചതിന് ശേഷം പിള്ളേരെ ഒന്നാകെ ഇരുത്തി അവരോട് പറഞ്ഞ് നിങ്ങൾ വേണ്ടതെല്ലാം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോഴുള്ള അതൊരു സന്തോഷം വേറെ തന്നെയല്ലേ. പിന്നെ ഈ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം നമ്മൾ പോകുന്നുള്ളത് തന്നെ. അപ്പോൾ കുറേ സമയം നമ്മൾ സംസാരിച്ച് പിന്നെ കുറേ ആയില്ലേ ഇങ്ങനെ കണ്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഫാമിലി ഫോട്ടോ, വീഡിയോ അങ്ങനെ എല്ലാം എടുത്തിട്ടാ നല്ല പാങ്ങുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ആണുങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് എൻ്റെ ഹസ്ബൻഡ്, അവരെ ഹസ്ബൻഡ്, നമ്മൾ ഇച്ചാമർ ആരും എന്തതാ. ഇതെൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയോ അനിയത്തിയാണ്. ഇനി ഒരാളുണ്ട്, ആൾ വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ നമ്മൾ എന്താക്കി, കഷ്ടപ്പെട്ട് ട്രെൻഡിങ്ങെല്ലാം ഇപ്പോൾ കഴിഞ്ഞല്ലോ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്താക്കാം, മാങ്ങ ഉപ്പിലിട്ടിട്ട് അല്ലെങ്കിൽ മാങ്ങ മുളയിലിട്ടിട്ടെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ എന്താക്കി സെറ്റാക്കി ചായ കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ലേറ്റായിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് കുറേ ആയിട്ടാ. അപ്പോൾ ഇത് എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എഡിറ്റ് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. എന്താട്ടെ ഇപ്പം എനിക്ക് അത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ട, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ആക്കുക കേട്ടോ. ഇതിൻ്റെ മസാല ട്രൈ ആക്കാണ്ട് ഈത്തപ്പ എന്തായാലും ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പിള്ളേരും വിളിച്ചുകൊണ്ടുണ്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാണ്ടർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ തീർന്നത് അറിഞ്ഞിട്ടാ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞിന്. അപ്പോഴാണ് നമുക്ക് വിചാരിക്കുന്നത് നാപ്പി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാപ്പി എന്ന് പറഞ്ഞാൽ നാഫി വ്ളോഗറിനെ അറിയാത്തവരാരില്ല, എൻ്റെ കാക്കയുടെ മകളാണ്, അതായത് ചാച്ചയുടെ മകനാണ് കേട്ടോ. പോകാൻ വരുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്ത്. അപ്പോൾ വന്നതിന് ശേഷം പാട്ടും കുറച്ച് കളിയും പിള്ളേരെ ഡാൻസെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്ര പേർക്ക് ഫുഡ് കൊടുത്തുള്ള അവൾ പഠിച്ചാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ നമ്മൾ എൻജോയ് ആക്കാനല്ല പോയത്, ഫുഡ് കഴിക്കാനല്ലല്ലോ. കുറച്ച് ഫുഡെല്ലാം നമ്മൾ കഴിച്ചല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഡാൻസും പാട്ടെല്ലാം ആയിട്ട് ഞങ്ങൾ വിടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മൾ അളിയാന്ന് വെച്ചാൽ എൻ്റെ മുത്തമ്മാൻ്റെ മോളെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിക്കായിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് സംസാരിച്ചു. പിന്നെ എന്താ ചെയ്യണേ, പിള്ളേർ നാഫിനെ വിടുന്നില്ല. അവൻ്റെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടും പിള്ളേരെ കളിയാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുസാനാൻ്റെ അടിപൊളി ഖുറാൻ ഉണ്ടായിരുന്നു. പിന്നെ റിക്ഷ വിളിച്ച് നമ്മൾ വിട്ട്. പിന്നെ ആ പോകുന്ന സമയത്താണ് വോട്ടിൻ്റെ ഭയങ്കര തിരക്ക്. നല്ല റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. രാത്രി എന്തൊരു വൈബാണല്ലോ, നമുക്ക് പുറത്ത് പോകുന്നതെന്ന് പറയുമ്പോഴേക്ക് ഒരു വൈബ് വേറെ തന്നെയല്ലോ. അപ്പോൾ ഈ വൈബെല്ലാം എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ.